ഉഷ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്, റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഉഷ, കേൾക്കാമോ? ശ്രീമതി ഉഷ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കയ്യിലിരിക്കുന്നത് ആ എക്സ്റേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇങ്ങനൊരു അറിവ് കിട്ടിയപ്പോഴുണ്ടായ വികാരം എന്താണ്? അതായത് ഇത്രയും കാലം അനുഭവിച്ച വേദന ഈ അനാസ്ഥ കൊണ്ടാണ് എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വേദന മൊത്തം, നടുവേദന വരും, വയറുവേദനയൊക്കെ എനിക്ക് വരുമായിരുന്നു. അന്നേരം ഞാൻ ഓരോ ഡോക്ടർമാരുടെ വീടുകളിൽ ആശുപത്രി കൊണ്ട് കാണിച്ച് മരുന്ന് മേടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ മോനാണെങ്കിലും എൻ്റെ കൂടെ എല്ലാ ഡോക്ടർമാരുടെ ആശുപത്രിയിലും കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾ നാസർ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് ഞാനും മോനും കൂടെ ചെന്നപ്പം പറഞ്ഞു മൂത്രസഞ്ചിയിൽ കല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്ത് മൂത്രവും പരിശോധിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് മൂത്രവും പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞാനും മോനും കൂടെ പോയത് ഡോക്ടറുടെ വീട്ടിൽ. ചൊവ്വാഴ്ച പോയി എക്സ്റേ എടുക്കാൻ ചെന്നപ്പം പറഞ്ഞ് ഭക്ഷണം കഴിച്ചത് കൊണ്ട് തെളിയത്തില്ല, അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച രാവിലെ പോയി എക്സ്റേ എടുത്ത പെണ്ണ് പറഞ്ഞു, എന്നോട് ചോദിച്ചു കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എക്സ്റേ പടത്തിലൊരു വര പോലെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു എക്സ്റേയും കൂടി എടുത്തപ്പോഴാണ് ഈ പിന്നെ കത്രിക കാണുന്നത്. അപ്പം എൻ്റെ അടുക്ക് അവർ വന്നിച്ചും പറഞ്ഞു വയറ്റിൽ കത്രികയാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനെ വിളിച്ച് അവർ കത്രിക കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പം ഡോക്ടർ ഈ പടം എടുത്ത് ഇതിങ്ങനെ വെച്ച് നോക്കിയപ്പം പറഞ്ഞ് കത്രിക കിടക്കുന്നു. അപ്പം മോൻ്റെ അടുക്കൽ ഞമ്പരും ഒക്കെ വാങ്ങിച്ചപ്പം പറഞ്ഞ് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിട്ട് മോനോട് പറഞ്ഞ് ഇന്ന് രാവിലെ പിന്നെ ആശുപത്രി ചെല്ലി 8 മണിയാകുമ്പോൾ ചെല്ലി, അവിടെ ഒരു ഡോക്ടറുണ്ട്, ഗൈനക്ക് ഡോക്ടർ, ആ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പടങ്ങളെല്ലാമായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ രക്തവും മൂത്രവും എല്ലാ സർജറി എല്ലാം പരിശോധിച്ച് എക്സ്റേ അടിക്കാൻ ഡോക്ടർമാർ 2 പേരും കൂടെ ഞങ്ങളുടെ കൂടെ വരികയൊക്കെ ചെയ്തു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞ് നാളെ രാവിലെയും കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഞാനൊന്നും മിണ്ടാതെ കണ്ട് ഞാനിങ്ങോട്ട് വന്നു. അപ്പോൾ പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യുന്നു, ചൊവ്വാഴ്ച ഓപ്പറേഷൻ നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഇനി വണ്ടാനത്ത് പോയി ഓപ്പറേഷനൊന്നും ചെയ്യണ്ട, ഞാൻ പോകുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യണം, എന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എനിക്ക് കത്രിക എടുത്ത് കളയുകയും ചെയ്യണം.